ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് അറസ്റ്റിൽ. കഴിഞ്ഞ 55 ദിവസമായി ഷാജഹാൻ ഷെയ്ഖ് ഒളിവിലായിരുന്നു. ഇന്ന് പുലർച്ചെ നോർത്ത് 24 പർഗാനാസിലെ മിനാഖാൻ ഏരിയയിൽ നിന്നാണ് അറസ്റ്റ്. ഷാജഹാൻ ഷെയ്ഖിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഹൈക്കോടതി തന്നെ ശക്തമായി സർക്കാരിനെ വിമർശിച്ച സാഹചര്യമായിരുന്നു ഈ അറസ്റ്റ് നീളുന്നതിൽ. ഇപ്പോൾ എവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? ഷാജഹാൻ ഷെയ്ഖ് കീഴടങ്ങുകയായിരുന്നോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, തൃണമൂൽ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമായിരുന്നു ഈ പർഗാനയിൽ വെച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള നാട്ടുകാരുടെ അപ്രതീക്ഷിത ആക്രമണം. കാരണം ഈ റേഷൻ അഴിമതി കേസിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ സംഘത്തിന് നേരെയായിരുന്നു നാട്ടുകാർ ആക്രമണം നടത്തിയത്. തുടർന്ന് അത് വലിയ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നു. കാരണം സംസ്ഥാന പോലീസും ഇ.ഡിയും പ്രത്യക്ഷമായി തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇ.ഡി കോടതിയെ സമീപിച്ചു. കോടതിയിൽ ഷാജഹാൻ ഷെയ്ഖ് മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഈ തെളിവുകൾ ഇ.ഡി നിരത്തിയ തെളിവുകളിൽ ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ പങ്ക് തെളിയിക്കുന്ന ഘടകങ്ങളുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഇയാളെ പിടികൂടുവാനുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയുള്ള പല നീക്കങ്ങൾ ഷാജഹാൻ ഷെയ്ഖിനെതിരെ നടന്ന ആ ഒരു സമയത്താണ് പോലീസ് ഈ നടപടി ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് പർഗാനയിൽ നിന്നാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ബസിർഘട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ ആവശ്യപ്പെടുമെന്നാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസ് ഇ.ഡിക്ക് നേരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇ.ഡി ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ എന്നിട്ട് കൂടിയും ഇ.ഡിക്ക് ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കോടതി വിധിയുടെ വിധി അത് കണക്കിലെടുത്താണ് ഈ ഒരു താമസം നേരിട്ടത്. തുടർന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി ഈ അറസ്റ്റിനെ വിമർശിക്കുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, കാര്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങളെന്നാണ് ബി.ജെ.പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിമർശനം. എന്തായാലും സന്ദേശ് ഗലിയിൽ നിലവിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു കാരണക്കാരൻ കൂടി ഷാജഹാൻ ഷെയ്ഖാണ്. കാരണം അവിടുത്തെ ഒരു കൂട്ടം സ്ത്രീകൾ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് വലിയ സംഘർഷമാണ് ഈ സന്ദേശ് ഗലി കേന്ദ്രീകരിച്ചുണ്ടായത്. വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ട സാഹചര്യമുണ്ടായി. ബി.ജെ.പി നേതാക്കൾക്ക് സന്ദേശ് ഗലിക്ക് അകത്തേക്ക് പ്രവേശനം നൽകാത്ത തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർത്തിരുന്നു. അങ്ങനെ കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ നേതാക്കൾക്ക് പ്രവേശനത്തിന് അനുമതി ലഭിക്കുന്നത്. അങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിനോടകം നടന്നിരുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റ്. വേണു, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.